ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ഷൈസ് കിച്ചൻ. ഇന്ന് ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല കിടിലം ബീഫ് ബിരിയാണി, നല്ല കൈമ റൈസിൽ മസാലയൊക്കെ മിക്സ് ചെയ്ത ബീഫ് ദം ബിരിയാണി. അപ്പോൾ റെസിപ്പിയിലോട്ട് പോയാലോ? അതിനായിട്ട് ഇതുപോലെ വലിയ പീസാക്കി കട്ട് ചെയ്ത് ബീഫ് മേടിക്കണം കേട്ടോ. ഇത് തലേ ദിവസം ഞാൻ ക്ലീൻ ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബീഫാണേ. ബീഫിൻ്റെ തണുപ്പൊന്ന് മാറാനായിട്ട് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം മസാലയ്ക്കായിട്ട് 2 സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 15 ചെറിയ ഉള്ളി, ഒരു വലിയ തക്കാളി, 6 വെളുത്തുള്ളി, എരിവിന് ആവശ്യമായ പച്ചമുളക്, 1 കൈപ്പിടി അളവിൽ മല്ലിയില, പുതിനയില, കറിവേപ്പില, പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി അരച്ചതുമാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലോട്ട് ഇടാം കേട്ടോ. അരച്ച ഇഞ്ചിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി ഷൈസ് കിച്ചണിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാസങ്ങളോളം എങ്ങനെ ഇഞ്ചി കേടുകൂടാതെ സൂക്ഷിക്കാമെന്നതാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് കാണാത്തവർക്കായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഈ പാത്രത്തിലോട്ട് ഇതെല്ലാം ഇട്ട ശേഷം ഹോൾ സ്പൈസസ് ആയ പെരിഞ്ജീരകം, ഗ്രാമ്പു, കുരുമുളക്, ഏലക്ക, ഉലുവ, ബേ ലീഫ്, പിന്നെ പട്ടയും തക്കോലവും ചേർത്ത് കൊടുത്ത് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈവച്ച് നല്ലപോലെ തിരുമ്മി യോജിപ്പിക്കണം കേട്ടോ. ഇതിലുള്ള സവാളയും തക്കാളിയും മല്ലിയില, പുതിനയില, കറിവേപ്പില ഒക്കെ ആ മസാലയായിട്ട് നല്ലപോലെ ഉടഞ്ഞ് യോജിക്കണം കേട്ടോ. ഒരു മടിയും വിചാരിക്കേണ്ട, കൈവച്ച് തന്നെ യോജിപ്പിച്ചോളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. ഇനി ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ലെന്ന് ആരും പറയരുതേ. ഇനി എരിവ് വേണമെങ്കിൽ പച്ചമുളക് നമുക്ക് ചതച്ച് ചേർക്കാം. ഞാനൊരു 3-4 പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ചതച്ച പച്ചമുളക് മസാല തിരുമ്മി യോജിപ്പിച്ച ശേഷം മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ കൈ നല്ല നീറ്റിലായിരിക്കും. എരിവ് വേണ്ടാത്തവർക്ക് ഇതൊന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഈ മസാലയും നമ്മുടെ ബീഫുമായിട്ട് കൂട്ടി ഒരു കുക്കറിലോട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊരു 5-6 വിസിൽ അടിച്ചെടുക്കാം. ബീഫ് വേവുന്ന സമയം നമുക്ക് റൈസ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാൻ കൈമ റൈസാണേ, അതായത് നമ്മുടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു 3 ഗ്ലാസ് അരി കഴുകി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയം നമ്മുടെ ബീഫ് നല്ല കിടിലമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല, നല്ല കിടക്കാച്ചി ബിരിയാണി മസാല തയ്യാറായിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കുതിരാനായിട്ടിട്ട് അരി ഒന്ന് കുതിർത്ത് വെച്ച ശേഷം അടി കട്ടിയുള്ള ഒരു ബിരിയാണി ചെമ്പെടുത്ത് അതിൽ 1 തവി വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലവും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ശേഷം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിക്കണം. കൂടെ ഉപ്പും ചേർക്കാം. ഉപ്പ് ഒരു ഇച്ചിരി അധികം ചേർക്കാൻ മറക്കണ്ട കേട്ടോ. ഇതിനൊപ്പം പൈനാപ്പിൾ എസൻസ് ഒരു 3 വലിയ ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചോറിന് നല്ല മണം തരും. വെള്ളം തിളയ്ക്കുന്ന സമയം നമുക്ക് കാഷ്യൂ ഒന്ന് വറുത്തെടുക്കാം. വെള്ളം നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം പുതിനയിലയും മല്ലിയിലയും നമുക്കൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ശേഷം കഴുകി ഊറ്റി വച്ചേക്കുന്ന ജീരകശാല അരിയും കുറേശ്ശെ ഇട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഈ വീഡിയോ കാണുന്ന 1/4 ആൾക്കാർക്കും ബിരിയാണി നല്ല അസലായിട്ട് ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. എങ്കിലും ബിരിയാണി ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്ത കുറച്ച് കുട്ടികളുണ്ടാവുമല്ലോ, അവർക്കും കൂടെ വേണ്ടിയാണ് ഈ വീഡിയോ. നമ്മൾ ഇട്ടുകൊടുത്ത അരി പരസ്പരം ഒട്ടാതിരിക്കാൻ പകുതി നാരങ്ങ പിഴിഞ്ഞ് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തോട് റൈസിലോട്ട് തന്നെ ഇട്ടേരെ. അതും ചോറിന് നല്ല പ്രത്യേക മണം കൊണ്ടുവരും. ഇനി നമുക്ക് ബിരിയാണി ചെമ്പിന് മൂടി വെച്ച് അരി വേവാനായിട്ട് ഒരിച്ചിരി സമയം കൊടുക്കാം. ഈ സമയം ബാക്കി ഉണ്ടായിരുന്ന മുന്തിരി കൂടി വറുത്തെടുക്കുവാണേ. ഇടയ്ക്ക് ഞാൻ ചെമ്പിൻ്റെ മൂടി തുറന്ന് അരി ഒന്ന് പതിയെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തവി ഉപയോഗിച്ച് കൂടുതൽ മിക്സ് ചെയ്യരുത് കേട്ടോ. മിക്സ് ചെയ്താൽ നമ്മുടെ അരി പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ടാവുമേ. നോക്കിക്കേ, വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചോറ് ഒരു 3/4 വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദം ഇടാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റൈസിനെ ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുവാണേ.
ശേഷം അതേ ചെമ്പിൽ നെയ്യ് നല്ലപോലെ ഗ്രീസ് ചെയ്ത ശേഷം ഒരു ദോശക്കല്ലോ പഴയ പാനോ അടുപ്പത്തോട്ട് വെച്ച് തീ നല്ലപോലെ സിമ്മാക്കി ആ കല്ലിന് മുകളിലോട്ട് ബിരിയാണി ചെമ്പ് വെച്ച് ഫസ്റ്റ് ലെയറായിട്ട് ബീഫിൻ്റെ മസാല നിരത്തി അതിന് മുകളിൽ വറുത്ത കാഷ്യൂ മുന്തിരിയും ഇട്ട് നെയ്യൊഴിച്ച ചോറ് മസാലയുടെ മുകളിൽ രണ്ടാമത്തെ ലെയറായിട്ട് നിരത്താം. രണ്ടാമത്തെ ലെയർ സെറ്റായാൽ അതിലോട്ട് വീണ്ടും നെയ്യൊഴിച്ച് മസാലയുടെ ഗ്രേവി മാത്രം ചോറിന് മുകളിലോട്ടൊഴിച്ച് വീണ്ടും ചോറ് നിരത്തി അമർത്തി ഒരു ലെയർ പോലെ ആക്കി നല്ലപോലെ ദമ്മിനായിട്ട് നമുക്ക് സെറ്റാക്കാം. ഇങ്ങനെ തീ സിമ്മിലിട്ട ശേഷം ലെയറായിട്ട് മസാലയും ചോറും ഇട്ടാൽ നമ്മുടെ മസാലയുടെ നല്ല കിടിലം മണം നമ്മുടെ ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തും കേട്ടോ. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ ചോറും ലെയറാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി കാഷ്യൂ മുന്തിരിയും കൂടെ ഇതിന് മുകളിലോട്ടിട്ട് ഒരു മൂടി ഉപയോഗിച്ച് അടച്ച് ക്ലിപ്പിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം തുറന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് സെർവ് ചെയ്യാനായിട്ട് റെഡിയാക്കാം. അപ്പോൾ ദേ നമ്മുടെ ബീഫ് ദം ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് കൈമ റൈസിൽ നല്ല വെന്തുടഞ്ഞ ബീഫും മിക്സായ മസാലയോടൊപ്പം ഒരു രക്ഷയില്ലാത്ത ദം ബിരിയാണി. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയുടെ മെഷർമെൻറ്റ്സുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ ഫ്രണ്ട്സ്, എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻ്റായിട്ട് നിങ്ങൾ അറിയിക്കണേ. നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റും ഞങ്ങൾക്ക് അത്രത്തോളം വിലപ്പെട്ടതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.